നമസ്കാരം. ഇന്ന് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ജോലി ചെയ്യുന്ന ഏതൊരു എംപ്ലോയിയും വിദഗ്ധ പരിശീലനം ലഭിച്ചവരല്ല എങ്കിൽ ആ ബിസിനസ്സിന് ദീർഘകാലം നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് ആരംഭിക്കുന്ന റെസ്റ്റോറൻറ്റ് കഫേ ബിസിനസ്സുകളിൽ 90% ബിസിനസ്സുകളും 3 വർഷം പൂർത്തീകരിക്കപ്പെടാതെ അടച്ചുപൂട്ടി പോകുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നല്ല ഭക്ഷണം കൊടുക്കുന്ന പല റെസ്റ്റോറൻറ്റുകളും 6 മാസം 1 വർഷമാകുമ്പോഴേക്ക് അടച്ചു പൂട്ടി പോകുന്നത് നമ്മൾ കാണുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ട് എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ കഫേ ബിസിനസ്സുകളിൽ ഫുഡിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് സർവീസ് എന്ന് പറയുന്നത്. ഫുഡിൽ നല്ല ഇന്നോവേഷൻസ് കൊണ്ടുവരുവാനും ഫുഡിൽ ഏറ്റവും രുചികൾ കൊണ്ടുവരുവാനും നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ സർവീസിൽ വരുന്ന പിഴവുകളെ കണ്ടെത്താനും അത് പരിഹരിക്കാനും നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. സർവീസ് എന്ന് പറയുന്നത് ജീവനക്കാരിൽ അധിഷ്ഠിതമായിട്ടാണ് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത്. അപ്പൊ ഈ ജീവനക്കാരെ കൃത്യമായിട്ട് പരിശീലിപ്പിക്കുകയും അവർക്ക് ആവശ്യമുള്ള രൂപത്തിലുള്ള വളർച്ചാ സാഹചര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ ഒരുക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ മികച്ച സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റ് കഫേ ബിസിനസ്സുകൾക്ക് സാധിക്കാതെ പോകും. അപ്പോൾ ഒരു തവണ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് കടന്നു വന്ന ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം നല്ല അനുഭവമല്ല അവിടെ ലഭിച്ചത് എങ്കിൽ അദ്ദേഹം വീണ്ടും ആ റെസ്റ്റോറൻറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ തയ്യാറാകില്ല എന്നുള്ളത് 100% നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകളിൽ സർവീസ് നിൽക്കുന്നത് നമ്മുടെ സ്റ്റാഫിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഈ സ്റ്റാഫിന് നമുക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടത് നിർബന്ധമാണ്, അല്ലേ? പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ ചില റെസ്റ്റോറൻറ്റുകളിൽ അല്ലെങ്കിൽ ചെറിയ ഹോട്ടലുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ ബിസിനസ് ഉടമ അവിടുത്തെ സ്റ്റാഫിനെ ഫയർ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ടായിരുന്നു, ഇല്ലേ? പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും ജോലി ചെയ്യിച്ചിരുന്ന ഒരു കാലഘട്ടം ഈ റെസ്റ്റോറൻറ്റ് കഫേ ബിസിനസ്സുകളിൽ ഉണ്ടായിരുന്നു. ഇന്ന് അത് നടക്കുമോ? കസ്റ്റമറോട് നല്ല രൂപത്തിൽ പെരുമാറാൻ വേണ്ടി നമ്മൾ അവരെ പേടിപ്പിച്ചും അതേപോലെ തന്നെ വഴക്കു പറഞ്ഞും അവരെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ കഴിയുമോ? ഇല്ല. അവരെ കൃത്യമായിട്ട് അവരെ എന്റർടൈൻ ചെയ്തുകൊണ്ട് അവരിത് പഠിപ്പിക്കണം. നമ്മൾ ഗെയിമിങ്ങുകളിലൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ ട്രെയിനിങ് കൊടുക്കാറുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു കാലത്ത് ഭയപ്പെടുത്തി അവരെ പ്രയാസപ്പെടുത്തി ചെയ്യിച്ചിരുന്ന ജോലികൾ ഇന്ന് അവരെ ഒരു എന്റർടൈൻമെന്റിലൂടെയാണ് ഇന്ന് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യിക്കുമ്പോഴാണ് കസ്റ്റമർക്ക് കൃത്യമായിട്ടുള്ള സർവീസ് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റാഫിന് നമുക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. ആ കൊടുക്കുന്ന രീതി എങ്ങനെയായിരിക്കണം? അവരെ എന്റർടൈൻ ചെയ്തുകൊണ്ടായിരിക്കണം. ഗെയിമുകളിലൂടെയും മറ്റുള്ള ആക്ടിവിറ്റികളിലൂടെയും അവരുടെ ഉപബോധ മനസ്സിലേക്ക് കയറിപ്പോകുന്ന രൂപത്തിലേക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളായിരിക്കണം ഈ എംപ്ലോയീസിനൊക്കെ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അവരറിയാതെ തന്നെ അവരുടെ ജീവിതത്തിൽ അത് ഉൾക്കൊള്ളുകയും അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുവാനും അവർ തയ്യാറാകും. അതേസമയം നമ്മൾ അവർ ചെയ്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണുമ്പോൾ അവരെ നമ്മൾ ട്രെയിൻ ചെയ്ത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നിന്റെ ശമ്പളം കട്ടാവും, ഇങ്ങനെ പറഞ്ഞാൽ ആൾക്കത് ഇഷ്ടപ്പെടുമോ? അയാൾ അത് പിന്തുടരുമോ? ഒരിക്കലും ചെയ്യില്ല. ഒന്നുകിൽ അയാൾ വേറെ ജോലി നോക്കി പോകും, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ നഷ്ടം എങ്ങനെ ഈ ബിസിനസ്സിൽ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കും. അങ്ങനെയല്ലേ നമ്മുടെ മനുഷ്യന്റെ ഒരു അവസ്ഥ? അപ്പൊ നമ്മളുടെ എംപ്ലോയീസിനെ നമ്മൾ എന്താവണം? കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. പകരം അവരെ പേടിപ്പിച്ചോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ ശമ്പളം കട്ടാക്കുമെന്ന് പറഞ്ഞോ ഒന്നുമല്ല അവരെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കേണ്ടത്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് എന്റർടൈൻ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ കൊടുത്തുകൊണ്ട് അതിൽ ഗെയിമും മറ്റുള്ള ആക്ടിവിറ്റീസുകളും കൊടുത്തുകൊണ്ട് അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നതിലേക്ക് നമ്മൾ കടന്നു വരണം. ഇതിന് വിദഗ്ധരായിട്ടുള്ള ട്രെയിനേഴ്സിനെ നമ്മൾ കൊണ്ടുവരണം. അതിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നഷ്ടമാകില്ല ഒരിക്കലും. അത് നമ്മളുടെ ബിസിനസ്സിലേക്ക് തിരിച്ചു വരും ആ എമൗണ്ട്. കാരണം എങ്ങനെയാണ്? നിങ്ങളുടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുന്നതോടുകൂടി അവർ വീണ്ടും നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ആകർഷിക്കപ്പെടും. അവിടെ നിങ്ങളുടെ സ്റ്റാഫ് അവർക്ക് നല്ല സർവീസുകൾ കൊടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ നിങ്ങളുടെ ബിസിനസ്
സ്കെയിലപ്പ് ചെയ്ത് പുതിയ പുതിയ രീതിയിലേക്ക് നിങ്ങൾക്ക് വളർത്തിക്കൊണ്ടു പോകാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ സ്റ്റാഫിനെ കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നതിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. ഇത് നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ വളർച്ചയിലേക്കും ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതിനും നിങ്ങൾക്ക് അവസരം നൽകും. താങ്ക് യു.